നമുക്കിന്ന് വീട്ടിൽ തന്നെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ? അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് ശർക്കര ഇതേപോലെ അങ്ങ് പൊടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളിത് കപ്പലിന്റെ വറുത്തിട്ട് അതിന്റെ തൊലി കളഞ്ഞ് ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ആദ്യമേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബാക്കി പണിയൊക്കെ സിമ്പിൾ ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി നമ്മൾ ഇതേ വലുപ്പത്തിൽ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഉരുക്കി എടുക്കാട്ടോ. അതായത് നമ്മുടെ ശർക്കര പാനി ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ പൊടിച്ച ശർക്കര ഇതേപോലെ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഈ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കി പരിപാടി നോക്കാം കേട്ടോ. അത്യാവശ്യം ഒരു വലിയ പാത്രമായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 kg റവയും 1/2 kg മൈദപ്പൊടിയും കൂടി ആയിട്ട് ആഡ് ചെയ്തേക്കണം നമ്മളിപ്പോൾ. എന്നിട്ട് അത് രണ്ടും കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കരപ്പാൻ ഇതേപോലെ അരിച്ചാട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ചൂടോടെ തന്നെ നമ്മളിത് ആ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ കയ്യിലുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് നമ്മൾ ഒറ്റയടിക്ക് ഒഴിക്കരുത്. ഇതേപോലെ പാകം നോക്കിയിട്ട് വേണം കേട്ടോ ഇങ്ങനെ ഒഴിച്ച് ഇളക്കി കൊടുക്കാനായിട്ട്. ഈ ഒരു പാകമായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ശർക്കരപ്പാനിയും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഇതേപോലെ വീണ്ടും ഇളക്കി സെറ്റാക്കി എടുക്കാനായിട്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ പാളയംകുടം പഴവും ഏലക്കയും പഞ്ചസാരയും കൂടി ഒരുമിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച തേങ്ങാക്കൊത്ത് ഇതേപോലെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ചീഞ്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടാട്ടോ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. എന്നിട്ട് ഇത് ഇതേപോലെ ബ്രൗൺ കളർ ആകുന്ന വരെ വറുത്തതിന് ശേഷം നമ്മൾ നേരെ അതങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതേ നെയ്യിൽ തന്നെ കേട്ടോ നമ്മളിത് എള്ള് പൊട്ടിക്കാൻ വേണ്ടി എടുക്കുന്നതും. ഇനി ആ എള്ള് ഫുള്ള് പൊട്ടി തീരുമ്പോഴേക്കും ആ എള്ളും അതേപോലെ തന്നെ കപ്പലിൻ്റെയും കൂടി നമ്മളത് ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. ഇത്രയും സംഭവങ്ങളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ്. പിന്നെ എല്ലാം കൂടി കൂട്ടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നേരെ ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ട് അത് ചൂടായിട്ട് നേരെ അതിലേക്ക് ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇപ്പുറത്തെ വലിയ ചീഞ്ചട്ടിയിലേക്ക് ബാക്കി ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതേപോലെ ചെറിയ സ്പൂണിലെടുത്ത് നമ്മളത് ഓരോ വട്ടത്തിലും ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ പൊങ്ങി വരുമ്പോഴേക്കും നമ്മൾ ഇതിന്ന് എടുത്തിട്ട് നേരെ ആ വലിയ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ബാക്കി അവിടെ കിടന്നാണ് സംഭവം വേവുന്നത്. ഇനി ഞാൻ കുറച്ച് പേപ്പർ ഇതേപോലെ കട്ടി തന്നെ വിരിച്ചിട്ടുണ്ട്. അതിലേക്കായിട്ട് നമ്മൾ ഉണ്ണിയപ്പം ആവുമ്പോഴേക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കണത്. എന്നിട്ട് ചൂടൊക്കെ ആറി കഴിയുമ്പോഴായിട്ട് നമ്മളൊരു ഡബ്ബയിലേക്ക് മാറ്റി വെക്കുന്നത്. അവസാനം ഈ ഒരു ഡബ്ബ നിറച്ച് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.